Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം പൂവണിഞ്ഞു. ശ്രീമൂലനഗരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആന്ധ്ര സ്വദേശിനിയായ അംഗപരിമിതയായ അലമേലുവിനും മകൾ ജ്യോതിക്കും സുരക്ഷിതമായ വീട് സ്വന്തമായി. ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം പൂവണിഞ്ഞു. ശ്രീമൂലനഗരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആന്ധ്ര സ്വദേശിനിയായ അംഗപരിമിതയായ അലമേലുവിനും മകൾ ജ്യോതിക്കും വീടായി. ആലുവ MLA അൻവർ സാദത്ത് നടപ്പിലാക്കുന്ന അമ്മക്കിളിക്കൂട് പദ്ധതിയിലൂടെയാണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. 2019 ജൂലൈ 14 കൊണ്ടോട്ടിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് ഉമ്മൻചാണ്ടി അലമേലുവിന്റെ ദുരവസ്ഥ അറിയുന്നത്. ഒരു വീട് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് അലമേലു അപേക്ഷ നൽകാനെത്തിയതായിരുന്നു. അപേക്ഷ വായിച്ച ഉമ്മൻചാണ്ടി വേദിയിൽ വെച്ചു തന്നെ പ്രഖ്യാപിച്ചു, അലമേലുവിന് സ്ഥലം വാങ്ങാൻ 1 ലക്ഷം രൂപ നൽകുമെന്ന്. ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടാക്കി അവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന സംരംഭം. ഒരു വളർന്നു വരുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ വേദനയും പ്രയാസവും ഒക്കെ ഈ കത്തിനകത്ത് കാണാൻ സാധിക്കും. കൂടാതെ വീട് താൻ സ്പോൺസറെ കണ്ടെത്തി നിർമ്മിച്ചു നൽകുമെന്ന് അൻവർ സാദത്തും പറഞ്ഞു. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ദൈവത്തോട് 30 വർഷം മുൻപാണ് അലമേലു കേരളത്തിലെത്തിയത്. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും പെറുക്കിയാണ് ജീവിതം. വീടിന്റെ താക്കോൽ ദാനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. കാരുണ്യം എന്ന വാക്കിന് എത്രയോ കാലത്തെ പഴക്കമുണ്ട്, മലയാള ഭാഷ ഉണ്ടായ കാലം മുട്ടേ. പക്ഷെ ആ കാരുണ്യം എന്ന് പറയുന്ന പദത്തിന്റെ പര്യായമാകാൻ കഴിഞ്ഞ വളരെ അപൂർവം ചില ആളുകളിൽ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് ഈ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ചെയ്തത് എന്നുള്ളത് സന്തോഷമാണ്. സാദത്ത് വളരെ ഞാൻ ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA എന്ന നിലയിൽ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടൊക്കെ ഉണ്ടാവും, നിയമസഭയിലൊക്കെ നല്ല കോലാഹലങ്ങളും ബഹളമൊക്കെ നടത്താറുണ്ട് സാദത്ത്. പക്ഷെ മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളിൽ അവരുടെ പ്രയാസപ്പെടുന്നവരുടെ ഇടയിൽ ജീവിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു ജനപ്രതിനിധിയാണ്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പരിപാടി. അതിന് പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അപ്പയുടെ സ്വപ്നം ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വിധവകളായ അമ്മമാർക്കും അവരുടെ മക്കൾക്കും അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് അമ്മക്കിളിക്കൂട്. പദ്ധതിയിലെ 54ാമത് വീടാണ് അലമേലുവിന് കൈമാറിയത്. ഈ നിയോജകമണ്ഡലത്തിൽ വിധവകളായ ഒരു സഹോദരിയും സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത ഒരു സഹോദരി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആഗ്രഹമാണ്. കുറച്ച് അപേക്ഷയോടെ ഇരിപ്പുണ്ട്, അത് തീർക്കും. കാരണം നമ്മുടെ നാടില് ഒരു മലയാളിയെ സംബന്ധിച്ച് അവന്റെ സ്വപ്നം ഒരു ഭവനമാണ്. ആ ഭവനം യാഥാർത്ഥ്യമാക്കുമ്പോൾ കണ്ണുള്ളവനെ കണ്ണിന്റെ കാഴ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീടിന്റെ പ്രാധാന്യം അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങള് കൈ വിടല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവർ സാറ് വാക്കു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് കൈ വിടില്ലേ, എപ്പോ നിങ്ങൾ കൂടുതലും ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് എല്ലാവരും എനിക്ക് ഇത്ര അനുഭൂതി തന്നിട്ട്. ഇനിയും അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടെന്നും അവർക്കെല്ലാം വീട് നിർമ്മിച്ചു നൽകുമെന്നും അൻവർ സാദത്ത് MLA പറഞ്ഞു. ശ്രീമൂലനഗരം സ്വദേശി ഫ്രാൻസിസ് വടക്കംചേരി അലമേലുവിന് വീട് നിർമ്മിക്കാൻ 3 സെന്റ് സ്ഥലം നൽകി. കാഞ്ഞൂർ സ്വദേശി ജോസ് പാറയ്ക്കയാണ് അലമേലുവിന് വീട് സ്പോൺസർ ചെയ്തത്.